ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് റൊട്ടീൻ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാത്രി മുഴുവൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് നമുക്ക് ഇത്രയും ഹോംവർക്കാണ് ഇനിയുള്ളത്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഹോംവർക്കും മറ്റുമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്. നമ്മുടെ അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വീഡിയോ കാണണം. പിന്നെ എനിക്ക് ഇന്ന് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടണം. പിന്നെ അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടണം. അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളുണ്ട് ഇനി. അതൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്തതിന് ശേഷം നമുക്കിനി കാണാം ഗൈസ്. എഡിറ്റ് ചെയ്ത് മാത്രമല്ല കേട്ടോ കഴിഞ്ഞത്, നമ്മൾ വീഡിയോ ഇട്ടു. ലൗഡ് സ്പീക്കർ എന്നുള്ള ചാനൽ വീഡിയോ ഇട്ടു. ഇപ്പം നമ്മൾ ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്തു. നാളത്തേക്കുള്ള വീഡിയോ ചെയ്തു. നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്തു. അങ്ങനത്തെ കുറേ സമയം പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു നൈറ്റ് വ്ലോഗ്, എൻ്റെ നൈറ്റ് ഇപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോയി നേരെ ചെന്നിട്ട് ഫുഡ് കഴിക്കാം. അതാണ് ഇനി മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡെല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ രാത്രിത്തേക്കുള്ള ഫുഡാണിത്. അപ്പോൾ നമുക്ക് രാത്രിത്തേക്ക് പൊരിച്ച മീനും പപ്പടവും സാമ്പാറുമാണ് ഇന്നത്തേക്കുള്ളത്. അപ്പോൾ നമുക്കൊരു നേരെ ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി ഈ ബെഡ്ഷീറ്റ് മാറ്റണം. ആ ബെഡ്ഷീറ്റ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഈ ടേബിളൊന്ന് ക്ലീൻ ചെയ്യണം. ടേബിൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂളർ എടുത്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് ട്രാക്കറും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് ഫാനില്ല. നമ്മുടെ ഫാനൊക്കെ അടിച്ചു പോയി ഗൈസ്. അത് ചീത്തയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ടേബിൾ ഫാനാണ് യൂസ് ചെയ്യുന്നത്. പുതിയ ഫാൻ വരുന്നത് വരെ ടേബിൾ ഫാനാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഈ ടേബിൾ ഫാനിനെക്കാട്ടും കാറ്റുണ്ട് ഈ ഒരു കൂളറിന്. ഈ കൂളറിൻ്റെ കാറ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാത്തത്, നമ്മൾ എടുക്കാത്തത്. തെറിച്ച് പോകും, അത്രയ്ക്ക് കാറ്റാണ് കൂളർ. അത് പിന്നെ സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ കൂളർ കൂടുതൽ യൂസ് ചെയ്യാത്തത്. ഫസ്റ്റ് നമുക്ക് മൂഡ് ട്രാക്കർ കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിലോട്ട് കൂടുതൽ ഇങ്ങനെ കടക്കണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് മൂഡ് ട്രാക്കർ കംപ്ലീറ്റ് ചെയ്യാം. ഗൈസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഈ ജേർണലിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി ഇതാണ് ഇന്ന് കൊടുക്കുക എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ഫണ്ണിയാണോ, സർപ്രൈസ്ഡ് ആണോ, എക്സൈറ്റഡ് ആണോ, ഹാപ്പി ആണോ, സാഡാണോ, മിക്സഡ് ഇത് കൊടുക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഇതുപോലത്തെ ഇത്ര കളേഴ്സ് മാത്രമേ ഇതിൽ കൂടുതലുള്ളൂ ഗൈസ്. നമുക്കിതിന് മിക്സഡ് കളർ കൊടുക്കാം. ഈ ഒരു കളർ എടുത്തിട്ട് നമുക്കിതാ ഇവിടെയായിട്ട് മിക്സഡ് കളർ കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ മൂഡ് ട്രാക്കർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കലണ്ടറിലെ ഒരു വെട്ട്, അത് നമുക്ക് മസ്റ്റാണ് ഗൈസ്. വാക്ക് കിട്ടണില്ലല്ലോ വെട്ടാൻ. ഓക്കെ ഗൈസ്, എങ്ങനെയൊക്കെ ഞാൻ വെട്ടിപ്പറക്കി വെച്ചിട്ടുണ്ട്. അടുത്തൊരു എക്സ്ട്രാ ജോലിയും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ തറ ക്ലീൻ ചെയ്യണം ഗൈസ്. ബിക്കോസ് നമ്മൾ നേരത്തെ ഈ ഒരു കൂളർ ഓണാക്കിയ സമയത്താണെങ്കിൽ ഇതിൻ്റെ കാറ്റും ഉണ്ട്. ഇവിടെ ഇരുന്ന പേപ്പേഴ്സ് മൊത്തം തറയിപ്പോയി. അപ്പോൾ ഇനി തറയും കൂടെ ക്ലീൻ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാം ഗൈസ്. ഇവിടെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ബാഗൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും വിചാരിക്കുക എനിക്ക് ഈ ഒരു ബെഡ്ഷീറ്റ് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ബെഡ്ഷീറ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ച മുമ്പ്, കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പ് വിരിച്ചതാണ്. ഒരാഴ്ചയല്ല, 2 ആഴ്ച മുമ്പ് വിരിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം തന്നെ 5-6 വീഡിയോസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ വീഡിയോസിലും ഈ ബെഡ്ഷീറ്റ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഇവർക്ക് വേറെ ബെഡ്ഷീറ്റൊന്നുമില്ല, എല്ലാ ദിവസവും ഒരേ ബെഡ്ഷീറ്റാണല്ലോ കാണിക്കുന്നത് എന്ന് വിചാരിക്കും. സത്യം, ഒന്നാമത്തെ കാര്യം എനിക്ക് ചെയ്യാൻ മടിയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ എല്ലാ വീഡിയോയും ഒരു 5-6 വീഡിയോയിലും ഒരു ദിവസം ഞാൻ എടുത്ത് തീർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഷീറ്റ് ഞാൻ എപ്പോഴും കാണുന്നത്. എന്തായാലും നാളെ ഞാൻ ഷീറ്റ് മാറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഷീറ്റ് മാറ്റിയ ശേഷം കുറേ നല്ല അടിപൊളി വീഡിയോസ് നമുക്കിടാം ഗൈസ്.
പിന്നെ ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ആ കൂളറും എടുത്ത് മാറ്റിയിട്ട് നമുക്കിനി കാണാൻ പോകും. ഗൈസ് നമ്മുടെ ഷീറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന കൂളറും നമ്മൾ മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ തറ ഫുള്ള് ക്ലീൻ ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കത് ക്ലീൻ ആക്കിയിട്ട് കാണാം. ഗൈസ് ഇവിടെ ഫ്ലോർ ഫുള്ള് നമ്മൾ തൂത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മുടെ ടേബിൾ ഫുള്ള് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ടേബിൾ ഫുള്ള് വൃത്തിയാക്കിയിട്ട് കാണാം. ഗൈസ് കണ്ടോ, നമ്മൾ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ടേബിൾ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നും നമുക്കില്ല. നമുക്കിനി കിടക്കണമെന്ന് ഉറങ്ങുക, അതേ ഉള്ളൂ ഗൈസ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തല കെട്ടി കുറച്ച് ഫ്രഷായിട്ടൊക്കെ വന്നിട്ട് നമുക്കിനി കാണാം. ഗൈസ് ഞാനങ്ങനെ ഫ്രഷായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കാതിൽ കിടന്ന് കമ്മൽ ഊരിയിട്ടുണ്ട് എൻ്റെ അലമാരയിലോട്ട് വയ്ക്കാൻ വേണ്ടി. ഇതാണ് ഗൈസ് എൻ്റെ അലമാരയിൽ കമ്മൽ വയ്ക്കുന്ന സ്ഥലം. ക്ലിയർ അല്ലല്ലോ. ഇങ്ങനെ നമ്മളിവിടെ കുത്തി വയ്ക്കും, എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാമല്ലോ. അപ്പം ഇങ്ങനെ കുത്തി വയ്ക്കും. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് വളകളാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു കമ്പികളിൽ വളകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡ് ഫുള്ള് വളകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ അലമാരയിൽ ഒരു അറ. ഇനി നെക്സ്റ്റ് കലാപരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കുട്ടി ഫോണിൽ, എൻ്റെ അല്ല കേട്ടോ, ഈ കുട്ടി ഫോണിൽ അലാറം വയ്ക്കണം. നാളെ രാവിലെ എണീക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് അലാറം വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് 7 മണി തൊട്ട് അലാറം വെച്ച് തുടങ്ങാം. ഗൈസ് നമുക്കിതിൽ 5 അലാറം വയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ 7, 7:15, 7:20, 7:25, 7:30 ഇത്ര അലാറമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ നൈറ്റ് റൊട്ടീൻ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ഗൈസ്. അപ്പോൾ ടാറ്റ. 1 മിനിറ്റ് ഗൈസ്, ആരും കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഫോൺ കാണരുത് ഗൈസ്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരും കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഫോൺ കാണരുത് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ താങ്ക്സ് ഫോർ യുവർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.